ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു കേട്ടോ, പല്ല് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പല്ല് കാണിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ നേരെ ബത്തേരി പോയിട്ടോ. അപ്പോൾ അവൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു പറയുന്നു മേൽക്കാത് കുത്തണം, അപ്പോൾ പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്കൂൾ ലീവാക്കിയിട്ട് അങ്ങനെ പല്ല് കാണിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പം അങ്ങനെ പോയിട്ട് കാതൊക്കെ കുത്തിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാതൊക്കെ കുത്തലൊക്കെ കഴിഞ്ഞ് ബത്തേരി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു അവിൽ മിൽക്ക് കുടിക്കൽ മസ്റ്റാണല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി ഒരു അവിൽ മിൽക്കൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ കാത് കുത്തുക എന്ന് പറഞ്ഞാൽ കുറേ ആയി ഞാൻ കുറേ പറഞ്ഞു കേട്ടോ കാത് കുത്തിക്കൊള്ളാൻ. അപ്പോൾ പേടിയാണ്, ഞാൻ കുത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നതാണ്. ഇപ്പോഴാണ് പിന്നെ അവൾക്ക് കുത്തണം എന്നുള്ള തോന്നലൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് കാണുന്നൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ കാത് കുത്തി. അപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ വേദന ഇല്ലാതെ കാത് കുത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഒരു ബോർഡ് കണ്ടപ്പോൾ ഞങ്ങളങ്ങനെ കയറിയാണ്. അപ്പോൾ കടേൻ്റെ പേരൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാത് കുത്തലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി ബസ്സിൽ കയറിയിട്ടോ. പ്രിയദർശിനി ബസ്സാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ കാത് കുത്തേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ പറഞ്ഞാൽ 7ാം ക്ലാസ്സിൽ ആകുന്ന സമയത്ത് കുത്തിയിട്ടുണ്ട് കേട്ടോ. കാതൊക്കെ കുത്തിയിട്ട് പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് മോള് ചെറുതാകുന്ന സമയത്ത് ഒന്നും കൂടി അങ്ങനെ 2-3 കാതൊക്കെ ഞാൻ കുത്തിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കുത്തണമെന്ന് പേടിയൊന്നുമില്ല. ഇന്നും കൂടെ ഒരെണ്ണം മേലക്ക് കുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ പോയത് കേട്ടോ. പിന്നെ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം മോൾ ഇനി ഒന്നും കൂടി കുത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ മേൽക്കാത് കുത്തിക്കാൻ വിചാരിച്ചിട്ട് ഞാനങ്ങനെ പോകുന്നു കേട്ടോ. വലിയ മോൾക്കും ഭയങ്കര പേടിയാണ് കാത് കുത്തുന്നത്. പൈസ കൊടുത്ത് വിട്ടിട്ടോള് കുത്താതെ വന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന കുത്തലാണ് കേട്ടോ കുത്തിയത്. അപ്പോൾ കമ്മലൊന്നും ഇല്ലാതെ. അപ്പോൾ അവിടെ 200 രൂപയുള്ളൂ കേട്ടോ കാത് കുത്താൻ. പിന്നെ ഞാൻ വരുന്ന സമയത്ത് ചോദിച്ചു, എനിക്ക് മേലെ ടോപ്പിൽ കുത്തുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിന് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇവിടെ കുത്തൂല, അത് ബ്യൂട്ടി പാർലറിൽ തന്നെ പോയി കുത്തണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അന്വേഷിച്ചിട്ട് പോന്നു. പിന്നെ അതേപോലെ ഇവിടെ വന്നപ്പോൾ ബീനാച്ചി സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിൽ ഇന്ന് ഓണാഘോഷ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് ആൾക്കാർ കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. കാത് കുത്തിയത് ഇതാണ് കേട്ടോ. അപ്പോൾ നല്ല വേദന ഉണ്ട് എന്നൊക്കെ പറയണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊരു പണി ഉണ്ടായിരുന്നു ഇവിടെ. അടുത്ത വീട്ടിൽ ഒരു അരിനെല്ലിക്കൻ്റെ മരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ അതിൻ്റെ വേര് പിടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് വെയിലല്ല, അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വെച്ചിട്ട് കുറച്ച് ചാണകപ്പൊടിയും മണ്ണൊക്കെ എടുത്തിട്ട് അതൊന്ന് ചെയ്യാമെന്ന് വെച്ചിട്ട് നിൽക്കുകയാണേ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചാമ്പക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ വേര് പിടിപ്പിച്ചിട്ട് വെച്ചിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെല്ലിക്കമരം കണ്ടപ്പോൾ നെല്ലിക്കാണ് മക്കൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഒരു തൈ പിടിപ്പിച്ച് വരുമ്പോഴേക്കിന് ഒരുപാട് സമയമാവില്ല. അപ്പോൾ കാഴ്ച മരത്തു നിന്ന് വേര് പിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തൈ ആയി കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ അതിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടെ വീട്ടുകാരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ ആദ്യമേ ചോദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ചോദിക്കണമല്ലോ വെച്ചിട്ട് അങ്ങനെ ചോദിച്ചിരുന്നിട്ട് ഞാൻ പിന്നെ മരത്തിൽ മേലക്കൊന്നും എത്തൂല. അപ്പോൾ താഴത്തെ കൊമ്പിൽ തന്നെ 2 കൊമ്പിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ട അയൽവാസിയുടെ വീട്ടിലും ഒരു പേരക്ക മരം ഉണ്ട് കേട്ടോ. ആ പേരക്കൊക്കെ നല്ല മധുരമാണ്. നല്ല മഴയാണെങ്കിൽ പോലും നല്ല മധുരമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പും കൂടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.